റോസ് വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സാധനമില്ലാതെ നിങ്ങൾക്ക് റോസിനെ നമുക്ക് ഇതേപോലെ പൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇതേപോലെ പൂക്കാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഈ വളം. ഡൈ അമോണിയം ഫോസ്ഫേറ്റ് DAP വളം എന്ന് പറയും. അതിന് താണ്ട് ചെയ്യേണ്ടത് ഇത്രയും തന്നെ. ഇത് തന്നെ നമുക്കൊരു 3 ചെടിക്ക് ഇടാനായിട്ടുള്ള സാധനമുണ്ട്. താണ്ട് ഇത്രയും മതി, ഇത്രയും ആവശ്യമുള്ളൂ ഒരു ചെടിക്ക്. താണ്ട് ഇത് തന്നെ 2 ആക്കി 2 വലിയ ചട്ടിക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത്ര ഇടുക, അടുത്തതിന് കുറച്ച് ഇടുക. താണ്ട് 3 എണ്ണത്തിന് ഇട്ട് കൊടുക്കുക. 3 എണ്ണത്തിന് താണ്ട് കണ്ടില്ലേ ഹിമയിൽ കിടക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. സക്സം ജയ്പോങ് റെഡ് അഗ്ലോണിമ നല്ല സുന്ദരമായ അഗ്ലോണിമ വെറൈറ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി ഡാർക്ക് റെഡ് കളറിൽ ഒരു അഗ്ലോണിമ വയ്ക്കാനായിട്ട് ആഗ്രഹമുള്ളവർ നേരെ ഇനി പോകുന്ന ഒരു ആസാം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇപ്പോൾ ഇരിക്കുന്ന സക്സം ജയ്പോങ് റെഡ് അഗ്ലോണിമ. നമ്മളല്ല താരം, ഇവനാണ് താരം. എന്താ ഒരു കളർ, എന്താ ഒരു ഫിനിഷിങ്, ആ ഒരു ലുക്ക് നോക്കുക. കണ്ടില്ലേ ആവേശത്തിലെ ഫഹദ് ഫാസിൽ നിൽക്കുന്നത് പോകി. എന്താ ഒരു ലുക്ക് കണ്ടാ, അടിപൊളിയല്ലേ. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ലൈറ്റായിട്ട് എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ചെറിയ ഒരു എന്താ പറയുക മോയ്സ്ചർ കണ്ടൻറ്റ് പോലും ഇങ്ങനെ വന്നിട്ട് ലയിച്ച് പതുക്കെ ഇറങ്ങും. ഡൈ അമോണിയം ഫോസ്ഫേറ്റിൻ്റെ പ്രത്യേകത അങ്ങനെ വളം കൊടുക്കാവൂ. അതായത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 10 തരി വീതം കൊടുക്കുക. നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഗ്യാരണ്ടി ആയിട്ട് റോസ് പൂക്കണോ കായ്ക്കണോ ചെടികൾ, അതായത് കായ്ക്കാത്ത മരങ്ങൾ കായ്ക്കാനും പൂക്കാത്ത ചെടികൾ പൂക്കാനും ഏറ്റവും നല്ല ഒന്നാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. കഴിഞ്ഞ ഫാക്ട് ആൻഡ് പോസിറ്റീവ് വീഡിയോ തന്നെ ഏകദേശം 2-2.5 ലക്ഷം പേര് കണ്ടു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് ഇതിനകത്ത് ഇടുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, നിങ്ങൾക്കൊരു ചെടി വളർത്തണമെന്ന് ആഗ്രഹം ഈ ഇരിക്കുന്ന റോസുകളെല്ലാം ഈ സാധനം ഇല്ലാതെ കായ്ക്കില്ല, പൂക്കില്ല. അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒന്നാണ്. നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റിനൊരു ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഏറ്റവും നല്ല ഒന്നാണിത്. അതല്ല പുതിയ തളിര് വരുന്നില്ല, അല്ലെങ്കിൽ പൂക്കുല പുറത്തോട്ട് വരുന്നില്ല. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെള്ളം മാക്സിമം ഈ മരങ്ങൾക്കൊക്കെ ആണെങ്കിൽ വെള്ളം കുറച്ചിട്ട് ഇത് ലൈറ്റായിട്ട് കൊടുക്കും. നിറച്ച് പൂക്കും കായ്ക്കും, ഗ്യാരണ്ടി. ഒരു പ്ലാവ് അതേപോലെ തന്നെ വലിയ ഒരു മാവ്, ഇത് രണ്ടും കൂടെ നമ്മളൊരു ക്ലയൻറ്റിന് വേണ്ടി കൊണ്ടുപോവുകയാണെ. വലിയ മാവ് ഏകദേശം ഒരു 8 അടി പൊക്കത്തിലോ 7 അടി പൊക്കത്തിലൊക്കെയുള്ള വലിയ മാവ് ഇവിടെ കുറേ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇത്രത്തോളം പ്ലാന്റ്. ഇനി ബാക്കിയിരിക്കുന്ന പ്ലാന്റുകളാട്ടോ അതിവിടെ ആശ്രമം മൈതാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന വലിയ ഡ്രമ്മിൽ വെച്ചാൽ തന്നെ ഉഷാറായിട്ട് നിൽക്കത്തക്ക രീതിയിൽ മുട്ടാൻ മാവുകൾ ഇതാ നോക്ക്. അതാണ്ട് അതിൻ്റെ സൈസൊന്ന് നോക്കി. ഇത്രയും വലിയ മാവുകൾ നമുക്ക് വലിയ തണൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന, അതേപോലെ തന്നെ വലിയ സപ്പോർട്ട കായൊക്കെ ഉള്ള മുട്ടൻ സപ്പോർട്ട ഏകദേശം ഒരു 10 അടി 8 അടി 9 അടി 10 അടി പൊക്കത്തിലുള്ള വലിയ സപ്പോർട്ട, വലിയ മാവ്, അതേപോലെ തന്നെ വലിയ പ്ലാവുകൾ ഇരിക്കുന്ന ഫുള്ള് വലിയ പ്ലാവുകൾ. അതേപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ലോഡ് റോസ് ഇതാണ്ട് കണ്ടില്ലേ. ഇത് ഫുള്ള് റോസ്. ഇത്രത്തോളം റോസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന റോസുകൾ ചെറിയ കവർ റോസ്. ഇനി ഇരിക്കുന്ന ബൊഗെയിൻവില്ലകളാണ്. മഞ്ഞ ഇത്രത്തോളം മഞ്ഞ മുതൽ ഇത്രയും മഞ്ഞ കൂടി ഇനി ബാക്കി ഇരിപ്പുണ്ട്. നല്ല അടാറ് മഞ്ഞ ബൊഗെയിൻവില്ല. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന ഫുള്ള് ബൊഗെയിൻവില്ല. അതേപോലെ ഈ ഇരിക്കുന്ന ഫുള്ള് ബൊഗെയിൻവില്ല. ഈ ഇരിക്കുന്ന ആമ്പലുകൾ നല്ല അടിപൊളി വെറൈറ്റി ആമ്പലുകൾ. അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന ഫുള്ള് വലിയ കവർ റോസ്, ചെറിയ കവർ റോസ്, മീഡിയം ടൈപ്പ് കവർ റോസ്, അതേപോലെ തന്നെ വലിയ ചട്ടിയിലുള്ള റോസ്, മീഡിയം ടൈപ്പ് ചട്ടിയിലുള്ള റോസുകൾ. അതേപോലെ തന്നെ ഇത് ബട്ടൺ റോസ്. അതേപോലെ ഇത് ചെറിയ കപ്പ് റോസ്. ഇത് ചെറിയ കപ്പ് റോസ്, ക്രൈസാന്തിമം പ്ലാന്റുകൾ. അതേപോലെ വലിയ മാവ്, അവക്കാഡോ, അതേപോലെ തന്നെ മുന്തിരി, സ്ട്രോബെറി, കുറേ സാധനം കുരുമുളക് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ അതെ ഇവിടെ സെറ്റ് ചെയ്ത് നടത്തിയേക്കുന്നതാണ് കേട്ടോ. ഇപ്പം വെള്ളം ഒഴിക്കുന്നതാണ്. വെള്ളമൊക്കെ ഒഴിച്ച് കുട്ടപ്പനാക്കി നടത്തിയേക്കുന്നതാണ് കേട്ടോ. അടിപൊളിയല്ലേ. അതെ റോസിനെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ലുക്കൊക്കെ ഒന്ന് മാറിയാൽ മാറ്റം നോക്കിയത് നല്ല കിട്ടില്ലോ അല്ലേ. കണ്ടോ അടിപൊളിയല്ലേ. അടിപൊളി വെറൈറ്റി കുറച്ച് അഗ്ലോണിമയും കൂടെ അതിനകത്ത് കൊണ്ടുവന്ന് ഇറക്കിയത് കേട്ടോ. നല്ല അടിപൊളി സക്സം ജയ്പോങ് റെഡ് അഗ്ലോണിമ കുറച്ച് നമ്മൾ ആശ്രമം മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്നിടത്ത് ഇപ്പം വെച്ചേക്കുന്ന പ്ലാന്റുകളാട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അഗ്ലോണിമ വെറൈറ്റി ആട്ടോ. എന്താണ് വേണ്ട നല്ല ഡാർക്ക് റെഡ് കളറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നിർത്തും. ഭയങ്കര ഭംഗിയാണ് സാധനം കാണാനായിട്ട്. അടിപൊളിയല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളി ആവേശത്തിലെ ഫാസിലല്ലേ ഇത്. സക്സം ജയ്പോങ് റെഡ് അഗ്ലോണിമ അടിപൊളിയല്ലേ സാധനം. ഒരു രക്ഷയില്ല കേട്ടാ. എന്താ കളറ്, എന്താ രക്തച്ചോമ്പ് കളറ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഗ്ലോണിമ വെറൈറ്റിയാണ്. കുറച്ച് കൊണ്ടുവന്നതാണേ. നല്ല ഭംഗിയല്ലേ പ്ലാന്റ് കാണാനായിട്ട്.